നമ്മുടെ പിണറായി സർക്കാർ കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് കേരളത്തെ വലിയൊരു കടക്കെണിയിലാക്കിയിരിക്കുകയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ ഒട്ടും വിചാരിക്കാത്ത വലിയൊരു സംഖ്യ തന്നെയാണ് ഇത്രയും നാളുകൊണ്ട് സർക്കാർ കടം വാങ്ങിയിരിക്കുന്നത്. ഈ കടമെടുക്കലിന് കാരണം സർക്കാരിന്റെ ധൂർത്തും ആഡംബര ജീവിത രീതികളുമാണെന്ന് യാതൊരു സംശയവുമില്ലാതെ തന്നെ പറയാം. സത്യം പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ചെലവാക്കേണ്ട പൈസ കൊണ്ട് സർക്കാർ പുട്ടടിച്ചെന്ന് വേണം പറയാൻ. ജനങ്ങൾക്ക് അവകാശപ്പെട്ട പൈസ കൊണ്ട് മുഖ്യന്റെയും കുടുംബത്തിന്റെയും യാത്രാ ചെലവുകൾ നടത്തുക, ചികിത്സയ്ക്കായി അമേരിക്കയ്ക്ക് പോവുക, കാറ് വാങ്ങുന്നു, ഹെലികോപ്റ്റർ വാങ്ങുന്നു, എന്തിനേറെ പറയുന്നു ഒരു കണ്ണട വാങ്ങുന്നതിന് പോലും ഖജനാവ് കാലിയാക്കുകയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കോടിക്കണക്കിന് രൂപ കടമെടുക്കും, വെറുതെ ബാക്കിയുള്ളവർക്ക് കൂടെ ഇരട്ടിപ്പണി ഉണ്ടാക്കാനായിട്ട്. അവസാനം തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്നായപ്പോഴേക്കും വീണ്ടും കോടിക്കണക്കിന് രൂപ കടമെടുത്ത് പെൻഷൻ എന്ന പേരിൽ ജനങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നു. സത്യം പറഞ്ഞാൽ കണ്ണിൽ പൊടിയിടുന്ന അവസ്ഥയെന്ന് തന്നെ പറയേണ്ടി വരും. ഇങ്ങനെ കടമെടുത്ത് കേരളം ഇപ്പോൾ കടത്തിൽ മുങ്ങി. ഏകദേശം 4.25 ലക്ഷം കോടി രൂപയാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ കടം. നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 1.5 ലക്ഷം കോടിയായിരുന്നു കടം. എന്നാൽ 10 വർഷം കൊണ്ട് പിണറായി സർക്കാർ വാങ്ങിയതോ വളരെ ഭീമമായ തുകയും. ഇതിനൊക്കെ പരിഹാരം എന്താകുമെന്ന് യാതൊരു നിശ്ചയവുമില്ല. എന്നാൽ നമ്മുടെ പിണറായിക്ക് ഇപ്പോൾ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പെൻഷൻ കൊടുക്കാൻ ഇനി സർക്കാർ കുറച്ച് കഷ്ടപ്പെടും. കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധി കുറച്ചിരിക്കുകയാണ്. ഇനിയുള്ള 3 മാസത്തേക്ക് കടമെടുക്കാൻ ബാക്കിയുണ്ടായിരുന്ന 12,516 കോടി രൂപയിൽ നിന്ന് 5,944 കോടി രൂപ ഒറ്റയടിക്കാണ് കേന്ദ്ര സർക്കാർ വെട്ടിച്ചുരുക്കിയത്. സത്യം പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ വക ഇടുത്തിയാണ് സംസ്ഥാന സർക്കാരിന് കിട്ടിയിരിക്കുന്നതെന്ന് തന്നെ പറയേണ്ടി വരും. ബഡ്ജറ്റിന് പുറത്ത് കിഫ്ബിയും പെൻഷൻ കമ്പനിയും അടക്കമുള്ള സ്ഥാപനങ്ങൾ അധിക വായ്പയെടുത്ത് എന്ന കാരണമാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇക്കാലയളവിൽ ഇനി കടമെടുക്കാൻ കഴിയുക 6,572 കോടി മാത്രം. ജനുവരി മുതൽ മാർച്ച് വരെ കരാറുകാർക്ക് അടക്കം ബില്ലുകൾ പാസാക്കി നൽകാൻ 20,000 കോടി വേണം. ശമ്പളവും പെൻഷനും നൽകാൻ വേണ്ടത് 15,000 കോടിയിലേറെ. 2,000 രൂപയായി വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷനും വേറെ. നികുതി അടക്കമുള്ള വരുമാനങ്ങൾ കൊണ്ട് ഇതിന് കഴിയില്ലെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ. ഏതായാലും ഇനി വരുന്ന തിരഞ്ഞെടുപ്പ് വരെ സർക്കാർ മൂക്കുകൊണ്ട് ഇക്ഷ വരയ്ക്കേണ്ടി വരും. ഇനി ഇതിന്റെ പേരിൽ വില വർധനവ് വല്ലതും നടത്തിയാൽ ജനങ്ങൾ ഇളകിയങ്ങ് വരും.